ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. അത്യാവശ്യം അറിഞ്ഞിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ. ഇതാണ് ടേപ്പ്, ഇത് സിസേഴ്സ്. ഇതാണ് എല്ലാവർക്കും അറിയാമല്ലോ സിസർ എന്താണെന്ന്. ഇതൊരു ചെറിയ സിസറാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വലിയ സിസർ ഉപയോഗിച്ചിട്ട് നമ്മൾ നൂല് കട്ട് ചെയ്യുന്ന അതൊക്കെ വളരെ സിമ്പിളായിട്ട് ഈ ചെറിയ കത്രിക കൊണ്ട് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്ന് ചെറുത്. പിന്നീടെന്ന് പറയുന്നത് ഇത് നൂല് അഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നീഡിലാണ്. കണ്ടോ, ഇതിന് 2 കർവ് ഷേപ്പാണ്. വളരെയധികം സൂക്ഷിച്ച് നമ്മൾ ത്രെഡൊക്കെ അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതിനൊരു ക്യാപ്പൊക്കെ ഉണ്ട്. യൂസ് ചെയ്യുന്ന സേഫായിട്ട് യൂസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇതൊരു വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു നീഡിലാണ് ഇത്. കണ്ടോ, നല്ല ഷാർപ്പ് എഡ്ജൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെൻസിലാണ്. നമ്മൾ പണ്ട് അടയാളം ഒക്കെ ചെയ്യുന്നത് ചോക്ക് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ഇതുപോലത്തെ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ്. ഇതും വളരെ യൂസ്ഫുള്ളാണ്. നമ്മൾ അയൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ പാടൊക്കെ അങ്ങ് മാറും. പിന്നെ നമ്മളിത് ഷാർപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ത്രെഡിൽ പിടിച്ച് താഴോട്ട് വലിക്കണം. താഴോട്ട് വലിച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു കീറിയ ഒരു പാട് കാണാൻ പറ്റും. കണ്ടോ, അതാ കീറിയ പാട്. അതിനകത്തുനിന്ന് നമ്മൾ അതിൽ ഇളക്കി നമ്മൾ മുകളിലേക്കത് വലിക്കണം. മുകളിലോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പെൻസിൽ ഷാർപ്പായിട്ട് വരും. കണ്ടോ, നമ്മളതിന് കട്ടറോ അങ്ങനെ ഒന്നും ഉപയോഗിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിളാണ്. നമ്മുടെ മീഷോയിൽ നിന്നോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ നോക്കാമെങ്കിൽ നമുക്കിതിൻ്റെ എല്ലാ കളറും കിട്ടും. കണ്ടോ, പല വെറൈറ്റി കളേഴ്സും അവൈലബിളാണ്. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലാണ്. അത് നമ്മൾ ലെങ്തൊക്കെ വരയ്ക്കാൻ, ലെങ്ത് നോക്കിയിട്ട് നീളം ഒക്കെ നോക്കി വരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നു. പിന്നീട് സ്കെയിൽ പലതരത്തിലുള്ള സ്കെയിലുകളുണ്ട്. നമുക്ക് അത്യാവശ്യം ഇതാണ് ഉപയോഗിക്കുന്നു. പിന്നീട് കർവിൻ്റെ സ്കെയിലുണ്ട്. ഇതും നമ്മൾ ഉപയോഗിക്കുന്നു. എന്ന് വെച്ചാൽ കൈക്കുഴി, പിന്നീട് കഴുത്ത്, അതിൻ്റെയൊക്കെ കർവ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. പിന്നീട് സ്കാലോപ്പ് ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്